ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഗീ മൈസൂർ പാക്ക് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ സ്റ്റൗ കത്തിച്ചിട്ട് ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. കടലപ്പൊടി അരിച്ചെടുത്തിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഇതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. ഇനി ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആ കടലപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ, കരിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ കടലപ്പൊടി ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കടലപ്പൊടി ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ അതേ പാനിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ആ പൊടി ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. സ്റ്റൗ കത്തിച്ചിട്ട് ഇത് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം. തിളച്ച് ഒന്ന് തിക്കായിട്ട് വരണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇത് റെഡിയാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. ഞാൻ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അലുമിനിയത്തിൻ്റെ. അതിൻ്റെ അടിയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നിച്ച് എല്ലാ ഭാഗത്തും നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളിതിലേക്ക് 1 കപ്പ് നെയ്യാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കപ്പ് കടലപ്പൊടിയും 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് നെയ്യുമാണ് എടുത്തിട്ടുള്ളത്. ഉരുക്കിയതിന് ശേഷമാണ് കേട്ടോ അളവ് 1 കപ്പ്. അതിൽ നിന്ന് കുറച്ച് നമ്മൾ എടുത്തിട്ട് ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നുമില്ലാതെ പെട്ടെന്ന് മിക്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയാക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇതും റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടി കഴിയും. പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ തിക്കായിട്ട് വരാനുണ്ട്. നമ്മൾ ഇതൊരു 1 സ്റ്റിയർ കൺസിസ്റ്റൻസി ആവണം കേട്ടോ. ഒറ്റനൂൽ പരുവം എന്നൊക്കെ പറയില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ ഇത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കണം കേട്ടോ, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഇതിലേക്ക് ഞാൻ ഒരു നുള്ളി ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ച് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ തൊട്ട് നോക്കിയാൽ ഇതുപോലെ ചെറിയൊരു നൂല് പോലെ വരുന്നത് കണ്ടില്ലേ, ആ ഒരു പരുവത്തിലായി കിട്ടണം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു കടലപ്പൊടിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ, അത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. പിന്നെ ഒരുപാട് മൂത്ത് പോകാനും നിൽക്കണ്ട. മൂത്ത് പോവുകയാണെങ്കിൽ ഈ ഒരു മൈസൂർ പാക്ക് കുറച്ച് ഹാർഡായിട്ട് വരും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 5-6 മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡി ആവും. ഇതാ ഇത്രയും തിക്കായാൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ യെല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. തിക്കായി വന്നാൽ പിന്നെ ഈ പാനിൽ തന്നെ കുറേ നേരം വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കണം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് സെറ്റായ ഉടൻ തന്നെ നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം, കട്ട് ചെയ്യാനുള്ള പീസുകൾ. അല്ലെങ്കിൽ പിന്നെ ഹാർഡായി കഴിഞ്ഞാൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ പൊടിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞ് മാർക്ക് ചെയ്ത് കൊടുക്കുക.
ഇനി സെറ്റ് ആയതിനു ശേഷം നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിലൂടെ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മൈസൂർ പാക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്കാണ്. അപ്പോൾ എടുക്കുമ്പോൾ പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച ആ ഒരു ലൈനിലൂടെ തന്നെ ഞാൻ ഇതുപോലെ ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഓരോ പീസായിട്ട് എടുക്കാം. പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഓരോ പീസായിട്ട് ഇതുപോലെ എടുക്കാം. അപ്പോൾ ദാ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നെയ് മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്